നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അങ്കടിമുഖർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ പോലീസിന് തിരിച്ചടി. തുടരന്വേഷണം കോടതി നേരിട്ട് നടത്തും. മഞ്ചേശ്വരത്ത് റെയിൽവേ ട്രാക്കോട് ചേർന്ന് വൈദ്യുതി തൂണിൽ അജ്ഞാതൻ തൂങ്ങി മരിച്ച നിലയിൽ 55 വയസ്സ് തോന്നിക്കുന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാസർഗോഡ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. ജീവൻ രക്ഷാമരുന്ന് ലഭ്യമല്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിനായുള്ള കേരള നിയമസഭാ സമിതി സിറ്റിംഗ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ PS സുപാലി MLA പങ്കെടുത്തു. സ്ത്രീ തന്നെയാണ് ധനം, പിന്നെന്തിന് സ്ത്രീധനം? എടനീരിൽ ബോധവൽക്കരണവുമായി NSS വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അങ്കടിമുഖർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ പോലീസിന് തിരിച്ചടി. സംഭവത്തിൽ കാസർഗോഡ് അഡീഷണൽ മുൻസിഫ് കോടതി നേരിട്ട് അന്വേഷണം നടത്തും. മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ഹർജിയിലാണ് നടപടി. അങ്കടിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയും കുമ്പള പേരാൽ കണ്ണൂർ കുന്നിൽ ഹൗസിലെ പരേതനായ അബ്ദുള്ള സഫിയ ദമ്പതികളുടെ മകനുമായ മുഹമ്മദ് ഫർഹാസ് സ്കൂളിലെ ഓണാഘോഷ ദിനമായ ആഗസ്റ്റ് 25-നായിരുന്നു കാർ മറിഞ്ഞ് മരണപ്പെട്ടത്. ഫർഹാസും 4 സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെ ഓഗസ്റ്റ് 29-നാണ് മരിച്ചത്. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിധേയരായ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു കണ്ടെത്തൽ. സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. SI അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്നാണിത്. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടെത്തിയ കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. കേസെടുത്തിട്ടുണ്ട്. നിലവിൽ അതിന് CP പ്രൊസീഡിങ്സ് ആയി ജനുവരി 6-ലേക്ക് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ട് വച്ചിരിക്കുകയാണ്. പോലീസിനെ ഉയർന്ന ഉദ്യോഗസ്ഥർ SP അടക്കമുള്ള ആളുകൾ, DGP അടക്കമുള്ള ആളുകൾ ഈ കുട്ടിയുടെ മാതാവ് സമീപിച്ചിട്ട് പോലും പലതവണ പരാതികൾ കൊടുത്ത് 3-3.5 മാസം വെയിറ്റ് ചെയ്തിട്ട് പോലും അവർക്കെതിരെ നടപടി എടുക്കാൻ പോലും പോലീസ് തയ്യാറാകാത്തപ്പോഴാണ് നമ്മൾ CRPC സെക്ഷൻ 100 and 200 പ്രകാരം നമ്മൾ കേസ് കൊടുത്തത്. 119-200 പ്രകാരം പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തത്. അതിലേക്കാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ കോടതിക്ക് പ്രഥമദൃഷ്ട്യാ കേസുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ സാക്ഷികൾ നമ്മുടെ സാക്ഷി ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ദൃക്സാക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കോടതിയുടെ മുമ്പിൽ രേഖപ്പെടുത്തും. അതിനുശേഷം കോടതി തുടർ നടപടികളായിട്ട് നേരിട്ട് പോകും. ഇതൊരു പ്രത്യേകമായ ഒരു കാര്യം നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ പോലീസിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യാതെ, അതായത് പോലീസിനെതിരെയുള്ള കേസ് പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. അപ്പോൾ കോടതി നേരിട്ട് തെളിവുകൾ എടുക്കുന്നു, എവിഡൻസുകൾ സ്വീകരിക്കുന്നു, കോടതികൾ ഹിയറിംഗ് നടത്തും. അങ്ങനെ കോടതി തന്നെ കേസെടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ആവശ്യം കൂടി അത് തന്നെയായിരുന്നു. കേസ് ജനുവരി 6-ന് വീണ്ടും പരിഗണിക്കും. അന്ന് ദൃക്സാക്ഷികളോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കോടതി നേരിട്ട് തുടരന്വേഷണം നടത്തുന്നത് പോലീസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് റെയിൽവേ ട്രാക്കിന് സമീപം വൈദ്യുതി തൂണിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മംഗൽപാടി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മഞ്ചേശ്വരത്ത് റെയിൽവേ ട്രാക്കോട് ചേർന്ന് വൈദ്യുത തൂണിൽ അജ്ഞാതൻ തൂങ്ങി മരിച്ച നിലയിൽ. മധ്യവയസ്സ് തോന്നിക്കുന്നയാളെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ റിതീഷ്, SI-മാരായ നിഖിൽ, സുമേഷ് എന്നിവർ സ്ഥലത്തെത്തി. സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് ബഡാജെ, അസ്ലം, ഖലീൽ, സമദ്, തുളസി എന്നിവരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മംഗൽപാടി മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ചയാൾക്ക് ഏകദേശം 55 പ്രായം തോന്നിക്കുന്നുണ്ട്. കയ്യിൽ മനോഹർ എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. കുരിശുമാലയും ധരിച്ചിട്ടുണ്ട്. ഇയാളെ 2 ദിവസം മുൻപ് അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ മാനസികാസ്വാസ്ഥ്യം തോന്നിക്കുന്ന രീതിയിൽ കണ്ടിരുന്നതായും മലയാളമായിരുന്നു സംസാരിച്ചിരുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ആളെ തിരിച്ചറിയുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. ആശുപത്രിയിൽ ജീവൻ രക്ഷാമരുന്ന് ലഭ്യമല്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് ജീവൻ രക്ഷാമരുന്ന് ലഭിക്കാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധം. ആരോഗ്യമന്ത്രി വന്നൂടെ ഒരു മാസത്തോളമായി ഇൻഷുറൻസ് ഇല്ലാത്ത ഇവിടെ 1.5 മാസത്തോളമായി ഇൻഷുറൻസ് ഇല്ലാത്ത രീതിയിൽ രോഗികൾ കഷ്ടപ്പെടുകയാണ്. അടുത്തുള്ള പ്രൈവറ്റ് ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ചെയ്യുന്നത്. 155-200 രൂപ കൊടുത്ത് പ്രൈവറ്റ് ലോബികൾക്ക് വേണ്ടി ഇവിടുത്തെ അധികാരികളും അധികൃതരും എന്ത് അടിസ്ഥാനത്തിൻ്റെ യിലാണ് ഇവിടെ നടത്തുന്നത് പോലും നമുക്കറിയുന്നില്ല. വിചിത്രമായ രീതിയിലാണ് നമ്മളിത് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ വിഷയമായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുന്നത്. മരുന്നെത്തിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രവർത്തകർ സൂപ്രണ്ടിനെ അറിയിച്ചു. ഇതോടെ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്രീനാഥ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ആബിദ് ഇടച്ചേനി, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാഹിദ് പുലിക്കുന്ന്, മനാഫ് പട്ല, ദിലീപ് പുലിക്കുന്ന്, സാജിദ് കുണ്ടിൽ, സയഫ് തിരുവത്ത്, സമീർ തിരുവത്ത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങൾ മറയ്ക്കാനുള്ള പാഴ്വേലയാണ് നവകേരള സദസ്സെന്ന് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കണ്ടെത്തുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ 1% പോലും പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആഡംബര യാത്ര കേവലം ധൂർത്ത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പരാജയം കൊണ്ട് പാർലമെന്റിൽ രക്ഷയില്ല എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. BJPയുടെ കള്ളപ്രചരണമാണത്. നമ്മൾ ഈ പരാജയങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പ്രവർത്തിച്ചാൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരികെ വരാൻ കഴിയും. നമ്മൾ എന്നാൽ നോക്കണം, വോട്ടർ നമ്മുടെ ഛത്തീസ്ഗഡിൽ തോറ്റെങ്കിലും 0.073% കുറവ്. മധ്യപ്രദേശിൽ തോറ്റെങ്കിലും ജയിച്ചവർക്ക് നമ്മളെക്കാൾ 3% കൂടുതലേ ഉള്ളൂ. 40% നമുക്ക്, 43%. രാജസ്ഥാനിൽ നമ്മുടെ പെർസെന്റേജ് കൂടി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M രാജീവൻ നമ്പ്യാർ അധ്യക്ഷനായി. മുതിർന്ന നേതാക്കളായ US ബാലൻ, KV ദാമോദരൻ, മൊയ്തു ഹാജി ചേരൂർ, അബ്ദുള്ള ഹാജി, നിർമ്മല ഉപേന്ദ്രൻ, K നാരായണൻ നായർ എന്നിവരെ ആദരിച്ചു. V വേണുഗോപാൽ ക്ലാസ് എടുത്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ, NA നെല്ലിക്കുന്ന് MLA, KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ, സൈമൺ അലക്സ്, PA അഷ്റഫ് അലി, A ഗോവിന്ദൻ നായർ, KK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിനായുള്ള കേരള നിയമസഭാ സമിതി സിറ്റിംഗ് കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ PS സുപാൽ MLA അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ് നടന്നത്. കേരള നിയമസഭയുടെ പിന്നോക്ക വിഭാഗക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി സിറ്റിംഗ് സമിതി ചെയർമാൻ PS സുപാൽ MLA അധ്യക്ഷതയിൽ കാസർഗോഡ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. ADMK നവീൻ ബാബു, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ഹർജി നൽകിയവർ, വിവിധ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സമിതിക്ക് ലഭിക്കുന്ന പരാതികളിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ സമയബന്ധിതമായി കാലതാമസം വരുത്താതെ വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സംവിധാനമൊരുക്കണമെന്ന് ചെയർമാൻ PS സുപാൽ MLA പറഞ്ഞു. നിലവിൽ ഏതാണ്ട് ഒരു 5 പരാതികൾ നമ്മുടെ സമിതിയുടെ മുമ്പിൽ ഇന്നത്തെ സിറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആദ്യം നമുക്ക് എടുക്കേണ്ടത്. അതിനുശേഷം ആ പരാതികൾ എടുത്തതിന് ശേഷം പുതിയ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സമിതിക്ക് മുമ്പാകെ നൽകാവുന്നതാണ്. ആ പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ മറുപടി
ലഭ്യമായതിനു ശേഷം ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി പ്രോസസ്സ് ചെയ്താണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമിതി ഉദ്ദേശിക്കുന്നത്. എല്ലാവരോടുമായി സൂചിപ്പിക്കുകയാണ്, നിയമസഭാ സമിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമിതിയാണ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണം അതിൽ നമ്മൾ പങ്കെടുക്കുന്നവർ, കാര്യങ്ങൾ പറയുന്നവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം സമിതി മുമ്പാകെ പറയേണ്ടത്. ഉത്തര മലബാറിലെ ആചാരസ്ഥാനികരുടെയും കോലാധികാരികളുടെയും ആനുകൂല്യം 2000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഉന്നതതല ശുപാർശ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് നിയമസഭാ സമിതിക്ക് മുമ്പാകെ ദേവസ്വം വകുപ്പ് സെക്ഷൻ ഓഫീസർ അറിയിച്ചു. സമിതി ചെയർമാൻ PS സുബാൽ MLAക്ക് പുറമെ അംഗങ്ങളായ G സ്റ്റീഫൻ MLA, കുറുക്കോളി മൊയ്തീൻ MLA എന്നിവർ സിറ്റിംഗിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ സ്റ്റാൾ അനുവദിക്കുന്നതിൽ സുതാര്യത പുലർത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്റേഴ്സ്. സ്റ്റാളുകൾ സംഘാടക സമിതി നേരിട്ട് ലേലം വിളിച്ച് നൽകുന്ന രീതി നടപ്പിൽ വരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ നിലവിൽ സ്വകാര്യ വ്യക്തികൾക്ക് നേരിട്ട് സ്റ്റാളുകൾ അനുവദിക്കുകയാണ് ചെയ്യുന്നതെന്നും അവരത് വൻതുക വാടകയും ഡെപ്പോസിറ്റും വാങ്ങി മറിച്ചു കൊടുക്കുകയാണെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കേറ്റേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. ഇത് ബീച്ച് ഫെസ്റ്റിവലിന്റെ സുതാര്യതയെ ബാധിക്കുകയാണെന്നും സ്റ്റാളുകൾ സംഘാടക സമിതി നേരിട്ട് ലേലം വിളിച്ച് നൽകുന്ന രീതി നടപ്പിൽ വരുത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസങ്ങളിൽ സംഘാടക സമിതിക്കും അതിഥികൾക്കുമുള്ള ഭക്ഷണ വിതരണത്തിന് കൊട്ടേഷൻ ക്ഷണിക്കണം. ഇത് സംബന്ധിച്ച് കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. BRDC നേരിട്ട് നടത്തുന്ന ഒരു സംഘാടക സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരിട്ട് നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് സുതാര്യമല്ലാത്ത രീതിയിൽ ലേലം കൊള്ളാതെ ഒരു വ്യക്തിക്ക് നേരിട്ട് നൽകുന്നതിൽ അഴിമതിയുണ്ടെന്ന് ഞങ്ങൾ 100% സംശയിക്കുന്നുണ്ട്. BRDCയുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു കരാറുമില്ലാത്ത ഒരു വ്യക്തിക്കാണ് 10 ദിവസത്തെ ഫെസ്റ്റ് വേളയിലുള്ള സ്റ്റാളുകൾ നൽകിയത്. ഈ കാര്യത്തിൽ CAKC ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഒരു പുനർചിന്തനം നടത്തണമെന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി R വിമൽകുമാർ, അബ്ദുൽ ഖാദർ, മൻസൂർ KK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരു പരാതിയും ജനങ്ങളിൽ നിന്നും നേരിട്ട് സ്വീകരിക്കാത്ത കേരള മുഖ്യമന്ത്രി എന്ന പേര് പിണറായി വിജയന് മാത്രം സ്വന്തമാണെന്ന് രമേശ് ചെന്നിത്തല. UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ നടത്തിയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലക്ഷറി ബസ് യാത്രക്കിടയിൽ LDF മന്ത്രിമാർ പൊതുജനങ്ങളുടെ പരാതി വാങ്ങിയില്ലെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ നൽകിയ അപേക്ഷകൾ കണ്ണൂർ മേയർക്ക് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും അയച്ചുകൊടുത്ത് പരിഹരിക്കാൻ ആവശ്യപ്പെട്ട വിവരമാണ് അവസാനമായി പുറത്തു വന്നിട്ടുള്ളതെന്ന് ചെന്നിത്തല പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് പകുതി ശമ്പളമാണ് കൊടുത്തത്. 80 ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ വാങ്ങിയും 45 ലക്ഷത്തിന്റെ തൊഴുത്ത് നിർമ്മിച്ചും സർക്കാർ ധൂർത്ത് നടത്തുകയാണ്. ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും നൽകാതെ കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ധൂർത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. ലിഫ്റ്റ് വെച്ചു. 100 വയസ്സുണ്ടായിരുന്ന അച്യുതാനന്ദൻ പയറ് പോലെ ചാടി കയറിക്കൊണ്ടിരുന്ന ഗൾഫോസിനകത്ത് 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ്. പണ്ട് K കരുണാകരൻ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നീന്തിയാൽ ഈ അസുഖം മാറുമെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നീന്തൽക്കുളം ഉണ്ടാക്കി ഗൾഫോസിൽ. അന്ന് എന്തെല്ലാം പുകലായിരുന്നു, എന്തെല്ലാം ആരോപണമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന നയനാര് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായാൽ അതിൽ കുളിക്കില്ല, പട്ടിയായിരിക്കും അതിൽ കുളിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പട്ടിയല്ല അവിടെ കുളിക്കുന്നത്, കുട്ടിയാണ് അവിടെ കുളിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 25 ലക്ഷം രൂപ മുടക്കി അത് പണിഞ്ഞു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. K ശ്രീധരൻ കുറ്റപത്ര സമർപ്പണം നടത്തി. നേതാക്കളായ CT അഹമ്മദ് അലി, A ഗോവിന്ദൻ നായർ, PK ഫൈസൽ, MP ജോസഫ്, VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, സത്താർ വടക്കുംപാട്, AGC ബഷീർ, K നീലകണ്ഠൻ, ബഷീർ വെള്ളിക്കോത്ത്, VKP ഹമീദ് അലി, ശാന്തമ്മ ഫിലിപ്പ്, KV ഗംഗാധരൻ, കരിമ്പിൽ കൃഷ്ണൻ, കൂക്കൾ ബാലകൃഷ്ണൻ, TCA റഹ്മാൻ, PP അടിയോടി, PKC റൌഫ് ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് എടനീരിലും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും സ്ത്രീധനത്തിനെതിരെ ബോധവൽക്കരണം നടത്തി NSS വിദ്യാർത്ഥികൾ. സ്ത്രീധനം കൊടുക്കില്ല, വാങ്ങില്ല എന്ന സ്റ്റിക്കർ പതിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണം.
എടനീർ ടൗണിലും പരിസരത്തെ 200ഓളം വീടുകളിലും സ്ത്രീധനം കൊടുക്കില്ല വാങ്ങില്ല എന്ന സ്റ്റിക്കർ പതിപ്പിച്ച് സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തി. വിദ്യാനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടികളുമായുള്ള സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീധന വിരുദ്ധ ദിനാചരണത്തിന്റെ ചടങ്ങിനോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾ കടകളും വീടുകളും കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തി സ്ത്രീധനം കൊടുക്കില്ല വാങ്ങില്ല എന്ന സ്റ്റിക്കർ പതിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന പീഡന കേസുകളിൽ ഇരയായിത്തീരുന്നവരുടെ പരാതികളിൽ മിക്കതും സ്ത്രീധനവുമായി ബന്ധപ്പെട്ടവയാണെന്ന് സബ് ഇൻസ്പെക്ടർ വിജയൻ മേലോത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കവേ പറഞ്ഞു. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. എന്നാൽ അന്നു മുതൽ ഇന്നുവരെ പല വീടുകളിലും സ്ത്രീധനം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വരും തലമുറ ജെൻഡർ സമത്വ ഭാവനയിൽ സ്വന്തം വരുമാന മാർഗത്തിലൂടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തി നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വനിതാ വിഭാഗം സിവിൽ പോലീസ് ഓഫീസർ സുധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുത്തു. സിവിൽ പോലീസ് ഓഫീസർ രൂപേഷ്, ഹോംഗാർഡ് ബിജു, പ്രിൻസിപ്പൽ TM ശ്രീജ, ഹരിത കർമ്മസേന പ്രസിഡന്റ് രതി സുകുമാരൻ, NSS പ്രോഗ്രാം ഓഫീസർ IK വാസുദേവൻ, ലീഡർമാരായ അക്ഷത് S കരുൺ, നന്ദിത, ശ്രദ്ധ, മുഹമ്മദ് ആഫിൽ, മനുവിത്, കീർത്തന നായർ, രക്ഷിത്, ശിവദ, ദിയാനിതിൻ, വൈഗ, അഖില തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാനതലത്തിൽ ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ PTA-യുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര മേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാന ചാമ്പ്യന്മാരായത്. ശാസ്ത്രമേളയിൽ 2ാം സ്ഥാനവും നേടിയ എടനീർ സ്വാമിജീസിലെ വിദ്യാർത്ഥികൾ പ്രവൃത്തി പരിചയമേളയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്തിൽ ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ PTA മാനേജ്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. PTA പ്രസിഡന്റ് N നാരായണൻ, പ്രിൻസിപ്പൽ ശ്രീജ TN എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമഗ്ര ശിക്ഷ കേരളയുടെയും മഞ്ചേശ്വരം BRC-യുടെയും നേതൃത്വത്തിൽ ഭിന്നശേഷി മാസാചരണത്തിന് തുടക്കമായി. കാസർഗോഡ് DEO ദിനേശ് പതാക ഉയർത്തി വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് തുടക്കമായത്. മഞ്ചേശ്വരം AEO ഓഫീസിൽ നിന്നും ഐല SSAB UP സ്കൂൾ വരെയായിരുന്നു വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ ഉപ്പളയിൽ നിന്നും മുളിഞ്ച GLP സ്കൂളിലേക്ക് ദീപശിഖ പ്രയാണത്തോടുകൂടി ഇൻക്ലൂസീവ് കായികോത്സവത്തിന് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ നിർവഹിച്ചു. ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഓഫീസർ നാരായണ ദേലമ്പാടി, മഞ്ചേശ്വരം BPC വിജയകുമാർ പാവല, മുളിഞ്ച GLP സ്കൂൾ HM ചിത്രാവതി, സുമാദേവി എന്നിവർ സംസാരിച്ചു. 60ഓളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കൃഷിഭവൻ, ബങ്കരമഞ്ചേശ്വരം ഗവൺമെന്റ് ഹൈസ്കൂൾ, മണ്ണ് പരിശോധനാ കേന്ദ്രം കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനം ആഘോഷിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രേഷ്മ PK ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം കൃഷിഭവൻ, ബങ്കര മഞ്ചേശ്വരം ഗവൺമെന്റ് ഹൈസ്കൂൾ, മണ്ണ് പരിശോധനാ കേന്ദ്രം കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബങ്കര മഞ്ചേശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ലോക മണ്ണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രേഷ്മ PK ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്നാണ് ഓരോ പ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇത് എന്റെ മണ്ണാണ്. നിങ്ങൾക്ക് എന്റെ മരം എന്നിട്ട് വന്ന് ആ പ്രോജക്റ്റ് ഓർമ്മയുണ്ടാവും. സെൻട്രൽ ലെവലിൽ തന്നെ മേരി മിട്ടി പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിലും ആ എന്റെ മരത്തിന്റെ പോലെ തന്നെ എന്റെ മണ്ണും അത് നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും മണ്ണിനെ സൂക്ഷിക്കുക. ഹെഡ് മിസ്ട്രസ് സുനിത അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം കൃഷി ഓഫീസർ ശ്രീനാഥ് P സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി മോഹൻ മാസ്റ്റർ, സ്റ്റുഡൻസ് കൗൺസിലർ ടോൾസി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ AV, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലോക മണ്ണ് ദിന സന്ദേശത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടന്നു. ബങ്കര മഞ്ചേശ്വരം ഗവൺമെന്റ് സ്കൂളിലേക്ക് പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈ എന്നിവയുടെ വിതരണവും ചെയ്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഗൾഫ് രാജ്യങ്ങളിലെ സാഹസിക സഞ്ചാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ A4A അഡ്വഞ്ചർ UAE-യുടെ 52ാം ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു. റാസൽ ഖൈമയിലെ വാദി ഷൗക്ക മലനിരകളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം 130ഓളം പേർ പങ്കെടുത്തു.
ദുബായ് റണ്ണിനോടനുബന്ധിച്ച് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ കൂട്ടയോട്ടം കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ടീം A4A എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന A4 അഡ്വഞ്ചർ UAE ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു. A4A അഡ്വഞ്ചർ സ്ഥാപകൻ ഹരി നോർത്തുകോട്ടച്ചേരിയുടെ നേതൃത്വത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1400 അടി ഉയരത്തിലുള്ള റാസൽ ഖൈമയിലെ വാദി ഷൗക്ക മലനിരകളിൽ ദേശീയ പതാകകളും മുത്തുകുടകളും കൊടിത്തോരണങ്ങളുമായി 4 കിലോമീറ്റർ ട്രെക്കിങ്ങും വർണ്ണശബളമായ മാർച്ച് പാസ്റ്റുമാണ് സംഘടിപ്പിച്ചത്. ദേശീയ ഗാനാലാപനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ഏറ്റവും മുതിർന്ന അംഗം നുസൈബ ഷംസുദ്ദീൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ദേശീയ ദിന വിഷയത്തിൽ നടത്തിയ മത്സരങ്ങളും ശ്രദ്ധേയമായി. പരിപാടിയിൽ സുനിൽ പായിക്കാടൻ, സാബിക് സലാം, സവിത പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്കണിമുഖർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ പോലീസിന് തിരിച്ചടി. തുടരന്വേഷണം കോടതി നേരിട്ട് നടത്തും. മഞ്ചേശ്വരത്ത് റെയിൽവേ ട്രാക്കോട് ചേർന്ന് വൈദ്യുതി തൂണിൽ അജ്ഞാതൻ തൂങ്ങി മരിച്ച നിലയിൽ 55 വയസ്സ് തോന്നിക്കുന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാസർഗോഡ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. ജീവൻ രക്ഷാമരുന്ന് ലഭ്യമല്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിനായുള്ള കേരള നിയമസഭാ സമിതി സിറ്റിംഗ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ PS സുപാൽ MLA പങ്കെടുത്തു. സ്ത്രീ തന്നെയാണ് ധനം, പിന്നെന്തിന് സ്ത്രീധനം? എടനീരിൽ ബോധവൽക്കരണവുമായി NSS വിദ്യാർത്ഥികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.